ഇതിൽ ഭാഗവാക്കല്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തത്തിലും ഫേക്ക് പോസ്റ്റാണ്, ഞങ്ങളുടെ ഒഫീഷ്യൽ പേജ് എന്നുള്ളതല്ല. പിന്നെ അപ്പൊ അത് മണ്ഡല മാസത്തില് നമ്മുടെ വീടുകളില് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു മകരനക്ഷത്രമാണ്. നവംബർ 16 മുതൽ മകരവിളക്ക് വരെ ആളുകൾ അവരവരുടെ വീടുകളിൽ വരും. അത്രേ ഉള്ളൂ. പക്ഷെ കൃഷ്ണരാജ് ഉപയോഗിച്ചത് ക്രിസ്മസിന് പകരമായിട്ട് ഉപയോഗിക്കണം എന്ന രീതിയിൽ. കൃഷ്ണരാജ് മാത്രമല്ല, വേറെ 1-2 പേര് ഉപയോഗിച്ചായിട്ട് കണ്ടു, അത് വാർത്തയായതായി കണ്ടു. പക്ഷെ ഞങ്ങൾ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഭാഗമാക്കില്ല. ഞങ്ങളുടെ ഒഫീഷ്യൽ പേജ് ഉണ്ട്, ആ പേജിലോ ഞങ്ങളുടെ വെബ്സൈറ്റിലോ. സുഹൃത്തുക്കളെ, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു അസൽ സംഖ്യയുണ്ട്. ഈ സംഖ്യ കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര പോസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: നമുക്കെല്ലാം ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കേണ്ടത് ക്രിസ്മസ് സ്റ്റാറുകൾ ഉപയോഗിച്ചല്ല, പവിത്രമായ മണ്ഡലകാലത്ത് അയ്യപ്പ സ്വാമിയുടെ ചിത്രം പതിച്ച മകര നക്ഷത്രങ്ങൾ ഉപയോഗിക്കൂ. ഇത് അർഷ പൂജ പ്രൊഡക്ട്സ് പ്യൂർ മെയ്ഡ് ഫോർ ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, ഇത്തരം പൂജ സാധനങ്ങളൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അവരിറക്കിയ ഒരു പരസ്യം എന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും അടുത്ത ദിവസം മുതൽ തന്നെ ഈ അർഷ പൂജ പ്രൊഡക്ട്സുകൾ മുഴുവൻ നിങ്ങൾ ഉപയോഗിക്കണം. അതും ഹിന്ദു ഭവനങ്ങൾ മകര നക്ഷത്രം തെളിയട്ടെ. ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങൾ വെറുതെ ക്രിസ്മസിന്റെ സംഗതികൾ അതുപോലെ ഒന്നും നല്ല തൂക്കേണ്ടെന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതൊരു വലിയ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഖ്യകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് ഈ മറ്റു ആഘോഷമൊന്നും ഫോളോ ചെയ്യാൻ പാടില്ല. ഇത് നേരെ മുസ്ലിങ്ങളുണ്ട് കേട്ടോ. ഓണത്തിന് ഹിന്ദു ഭവനങ്ങളിൽ പോയിട്ട് ഓണത്തിന്റെ ഊണ് കഴിക്കാൻ പാടില്ല, സദ്യ കഴിക്കാൻ പാടില്ല, ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന വർത്തമാനങ്ങൾ, തീവ്രവാദപരമായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മുടെ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന്, ചില മുസ്ലിം പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് പോലും വന്നു വരാറുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇതാ ഹിന്ദുക്കളും തുടങ്ങിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ക്രിസ്മസിന് ആ ഒരു സ്റ്റാർ തൂക്കാൻ പാടില്ല. അതിനു പകരം ഇതാ ഈ മകര നക്ഷത്രം എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ തൂക്കേണ്ടതെന്ന്. മകര നക്ഷത്രങ്ങൾ ഉപയോഗിക്കൂ. ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കപ്പെടുന്ന ക്രിസ്മസ് സ്റ്റാറുകൾ ഉപയോഗിച്ചിട്ടില്ല. നോക്കൂ എത്ര പെട്ടെന്നാണ് സംഗതികളൊക്കെ ഇങ്ങനെ വഴിമാറി പോകുന്നത് കാണാം. എന്തായാലും ഇങ്ങനെ ഈ ഒരു കമ്പനി, അർഷ കമ്പനി, ഇങ്ങനത്തെ ഒരു സംഗതി ഇറക്കിയിട്ടുണ്ടോ? അർഷ കമ്പനിക്ക് ഇതിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അർഷ പൂജ പ്രൊഡക്ട്സിന് ഇത് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ ഈ നമ്പർ കിട്ടിയ സമയത്ത് തന്നെ ഞാൻ നേരെ അർഷ കമ്പനിയാണ് നേരിട്ട് വിളിച്ചു. എന്നാലും കാര്യം എന്താണെന്ന് അറിയേണ്ടല്ലേ. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ഒന്ന് കൃത്യമായിട്ട് കേട്ടിട്ട് നമുക്ക് തീരുമാനത്തിലേക്ക് എത്താം. റീചാർജ് ചെയ്യാറായിരിക്കും. ഹലോ, നമസ്തേ. ഞാൻ എടപ്പാളിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതില് ഹലോ, അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതിലൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്, അത് അവൈലബിൾ ആണോ അതോ ഫേക്ക് ആണോ? മകരനക്ഷത്രം എന്ന് പറഞ്ഞത് സംഭവം അവൈലബിൾ ആണ്. മനസ്സിലായില്ല. മകരനക്ഷത്രം അവൈലബിൾ ആണ്. അത് ശരി. അങ്ങനത്തെ ഒരു അത് കുറെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണോ അതോ ഈ അടുത്ത സമയത്ത് എങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അങ്ങനെ എന്തെയാണോ? കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്ന സംഗതി ആയതുകൊണ്ടേ. ഇത് 4ാമത്തെ വർഷമാണ് അല്ലേ? അത് ശരി. അപ്പൊ ഈ ക്രിസ്മസിന് പകരമായിട്ട് തൂക്കുന്നതാണോ അതോ ഈ മണ്ഡലകാലത്ത് തൂക്കുന്നതാണോ? അല്ല, മണ്ഡലകാലം. അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ അത് നോക്കുമ്പോഴേ അതിന്റെ അടിയിൽ നിങ്ങൾ തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ സംഗതി കണ്ടു. അപ്പൊ അതെന്താ എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അതിനാൽ ഞങ്ങളുടെയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു ക്രിസ്മസ് പകരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഞങ്ങൾ ഇറക്കിയിട്ടില്ല. ഇത് മണ്ഡല മാസത്തില് ഞങ്ങൾ പൂജാസ്ഥാനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അത് മണ്ഡല മാസത്തില് നമ്മുടെ വീടുകളില് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു മകര നക്ഷത്രമാണ്. ഇപ്പൊ മനസ്സിലായിരിക്കും, ഇത് ഒരിക്കലും ക്രിസ്മസിന് പകരം എന്ന രീതിയിലല്ല ഈ ഒരു കമ്പനി ഇറക്കിയത്. മണ്ഡല കാലഘട്ടത്തിൽ, മണ്ഡലകാലം തുടങ്ങി ഇത് അവസാനിക്കുന്ന ആ ഒരു ഡേറ്റ് വരെ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. എനിക്കത് വലിയ പിടുത്തമൊന്നുമില്ല. ആ ഒരു ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ
വീടുകളിൽ, ഇത്തരം ഹിന്ദു ഭവനങ്ങളിൽ, ശബരിമലയ്ക്ക് പോകുന്ന ഭവനങ്ങളിൽ ആ അയ്യപ്പൻ്റെ ചിത്രം പതിച്ച ഒരു പ്രത്യേക മകര നക്ഷത്രം എന്നൊരു നക്ഷത്രമാണ്. അതവർ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇറക്കിയതാണ്. ഈ അടുത്ത 4 വർഷമായിട്ടുള്ള ഇറക്കിയിട്ടുള്ളൂ. പക്ഷെ ഇത് ഒരിക്കലും ക്രിസ്മസ് സ്റ്റാറിന് പകരമായിട്ട് ഇറക്കിയതല്ല എന്ന് കമ്പനി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പക്ഷേ പല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നു, അതിൽ ഇവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്നവർ പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്. പല ആളുകൾ ഇറക്കുന്ന പല സംഗതികളും ഇത്തരത്തിൽ കൃഷ്ണരാജിനെ പോലുള്ള സംഖ്യകൾ അവരെ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കളയുന്നതാണ്. മുഴുവനായിട്ട് കേട്ടു. നവംബർ 16 മുതൽ മകരവിളക്ക് വരെ ആളുകൾ അവരവരുടെ വീടുകളിൽ വരുവേ. അത്രേ ഉള്ളൂ. പക്ഷെ കൃഷ്ണരാജ് ഉപയോഗിച്ചത് ക്രിസ്മസിന് പകരമായിട്ട് ഉപയോഗിക്കണം എന്ന രീതിയിൽ. കൃഷ്ണരാജ് മാത്രമല്ല, വേറെ 1-2 പേര് ഉപയോഗിച്ചായിട്ട് കണ്ടു, അത് വാർത്തയായതായി കണ്ടു. പക്ഷെ ഞങ്ങൾ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഭാഗമാക്കില്ല. ഞങ്ങളുടെ ഒഫീഷ്യൽ പേജ് ഉണ്ട്. ആ പേജിലോ ഞങ്ങളുടെ വെബ്സൈറ്റിലോ ഞങ്ങളുടെ യാതൊരു വിധത്തിലും ഞങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത ഞാൻ കണ്ടു. അർഷ പ്യൂർ ഫ്യൂച്ചർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് പേജില് സന്ദീപ് ഇട്ട പോസ്റ്റ് നൽകിയ ഒഫീഷ്യൽ മറുപടി എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഇത്തരം പോസ്റ്റില് മണ്ഡലകാലത്ത് പൂജാസ്ഥാനങ്ങൾ ശബരിമലയ്ക്ക് പോകാനുള്ളവർക്ക് കിറ്റ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടുകളില് ചരണമന്ത്രങ്ങളും അയ്യപ്പന്റെ അലങ്കാര വസ്തുക്കളും വേണം എന്നുള്ളൊരു കൺസെപ്റ്റില് നമ്മൾ ഇറക്കി. ഓക്കെ. പക്ഷെ അത് അവര് വേറെ ഇതിൽ ഉപയോഗിച്ചു. ഞാൻ ആദ്യമായിട്ട് കാണുകയാണത്. എന്താ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. പലരും എന്നോടും ചോദിച്ചു ഇത് കണ്ടിട്ടെ. ഞാൻ സനൂപ് മലപ്പുറം ജില്ലയിലാണ്. ഒന്നുമില്ല, ഞാനൊരു യൂട്യൂബറാണ്. അപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കാറുണ്ട്. അപ്പൊ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ഇങ്ങനത്തെ ഒരു സംഗതി നടക്കുന്നുണ്ടോ, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ലേ, നിങ്ങൾ വലിയ എതിർക്കുന്ന ഒരാളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ നോക്കിയത്. 2021 ഞങ്ങൾ ആദ്യം ഇറക്കി. 2021 അല്ലേ? ആ സമയത്തും ഇതുപോലെ ആരോ ആളുകൾ പല ആളുകളില്ല. അപ്പൊ ചിലർക്കൊക്കെ ഇത്തരം വിഷയം കാണുമ്പോൾ അവന് ഇതിലൊരു പുതിയ ആശയം തോന്നും. തീർച്ചയായിട്ടും 2021 ഒരാള് ഇതേപോലെ പോസ്റ്റ് ഇട്ടു, സ്റ്റാറല്ല വേണ്ടത്, ഇനി നമുക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഭയങ്കര വിഷയമായിരുന്നു. അന്ന് ഇത്രയും യൂട്യൂബോ അല്ലെങ്കിൽ ഇത്രയും ഓൺലൈൻ ചാനലുകൾ അന്നുണ്ടായിരുന്നത് എനിക്കന്ന് സുപ്രഭാതം സിറാജ് ഒക്കെ അത് വാർത്തയാക്കി. അങ്ങനെ തീർച്ചയായിട്ടും പിന്നെ 2 വർഷം ഒരു കുഴപ്പമുണ്ടായില്ല. ഈ വർഷം ഇവരാരും ഇതേപോലെ പോസ്റ്റ്. അതാ കൃഷ്ണരാജ് ഇതാ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കണേ. ഇതിപ്പോ ഇട്ടിട്ട് 17 മണിക്കൂർ ആവുന്നുള്ളൂ. മനോരമ ഇട്ടപ്പോ മനോരമയില് ഞാൻ ഇന്നലെ ഡിസ്ക്ലൈമർ ഇട്ടിരുന്നു. അവര് ഇന്നലെ 2 പ്രാവശ്യം ഇന്ന് രാവിലെ വീണ്ടും ഇട്ടു. അപ്പൊ ഞാൻ അവരുടെ പോസ്റ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞാണ് ഞങ്ങള് ഇതില് ഭാഗമാക്കല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തം, ഫേക്ക് പോസ്റ്റാണ്, ഞങ്ങളുടെ ഒഫീഷ്യൽ പേജ് എന്നുള്ളതല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്തു തന്നത് വലിയ ഉപകാരമാണ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് അതിന് നിങ്ങൾക്ക് ഭീകരമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ടിവിയിൽ വരാത്തതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ തന്നോണ്ട് സന്തോഷം കൊണ്ട്. അല്ലാതെ നമ്മളെന്താ ചെയ്യാം, പിന്നെ നമ്മൾ ഇങ്ങനെ പറയും അവരെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. അതെ, എന്തായാലും അവരത് നെഗറ്റീവായിട്ട് ഉപയോഗിച്ചെങ്കിൽ താങ്കൾക്ക് അത് പോസിറ്റീവായിട്ട് ഭാവിച്ചു. നല്ല കാര്യം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള കണ്ടു ഞാൻ കണ്ടു. അതിൽ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല, ഞാൻ കണ്ടു. ഒന്നുമില്ല, കാരണം നമ്മൾ വളരെ ക്ലിയർ ആണ് നമ്മുടെ ആശയം. കാലത്ത് നമ്മൾ ഇത് ഉപയോഗിക്കണം. എന്തായാലും താങ്കളുടെ ഈ ഒരു ടോക്ക് ഉപയോഗിക്കുന്നതിൽ വിരോധമുണ്ടോ? താങ്കൾക്ക് ഇല്ല. ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്താ നല്ല കാര്യം. എങ്ങനെ ഇതിന്റെ വില എങ്ങനെ വരുന്നേ? എങ്ങനെ ഓർഡർ ചെയ്യാം? കാരണം അതുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർക്ക്. ഒരെണ്ണത്തിന് 150 രൂപ പോലീസ് ചാർജുമായിട്ടാണ്. എങ്ങനെ ഇത് ഓർഡർ ചെയ്യാ? എങ്ങനെയാ അത്? ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. നമ്മുടെ സൈറ്റിലുണ്ടോ? ഏതിൽ ആമസോണിലോ മറ്റോ കിട്ടാനുണ്ടോ? ഇല്ല, നമ്മുടെ വെബ്സൈറ്റ് വഴി മാത്രം. വെബ്സൈറ്റ് വഴി അല്ലേ? വെബ്സൈറ്റ് ഇതിലിപ്പോ കൊടുത്ത വെബ്സൈറ്റ് തന്നെയാണോ? വെബ്സൈറ്റ് വഴി, പിന്നെ ഈ വാട്സപ്പിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലേ? അപ്പൊ ഞാൻ നമ്പർ കൊടുക്കും ബുക്ക് ചെയ്യണമെങ്കിൽ എന്ന രീതിയിൽ കേട്ടോ. ഓക്കെ. അതെ നിങ്ങളെ ടോക്ക് കൊണ്ട് മനസ്സിലായി എനിക്കത്. അതെ. പിന്നെ മാത്രമല്ല ഒരെണ്ണത്തിൽ ഇങ്ങനെ ഒരു ആശയങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പുണ്യമണ്ഡലകാലത്ത് നാടെങ്ങും മുഴക്കട്ടെ ചരണമന്ത്രങ്ങൾ, വീടെങ്ങും ഉയരട്ടെ മകര നക്ഷത്രങ്ങൾ. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. യെസ്, നല്ല കാര്യം. എന്തായാലും താങ്ക് യു ചേട്ടാ, ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ, ശരി.
അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വിഷയം. ഹർഷ കമ്പനി എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയത് ഒരിക്കലും ക്രിസ്ത്യൻസിനെ എതിർക്കാനെങ്കിൽ ക്രിസ്തുമത ഈ ഒരു വിശ്വാസം ഈ ഒരു മണ്ഡല കാലഘട്ടത്തിൽ തന്നെ രണ്ടും ഒരുമിച്ചല്ല വരുന്നത്. ക്രിസ്മസും വരുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഈ മണ്ഡലകാലം ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ ക്രിസ്മസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹിന്ദു ഭവനങ്ങളിലും നക്ഷത്രം തൂക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറക്കിയ ഒരു സംഗതി ഒന്നല്ല ഇത്. ഇത് മകര നക്ഷത്രം എന്ന പേരിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഒരു കമ്പനി പൂജ പ്രൊഡക്ട്സ് ഇറക്കുന്ന കമ്പനിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ ഇത്തരം പ്രൊഡക്റ്റിൽ ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ സംഗതികൾ ഹിന്ദുക്കൾ തന്നെയുള്ള ഇത്തരത്തിലുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ, അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഗതി എടുത്തിട്ട് അവരുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് ക്രിസ്മസ് നക്ഷത്രത്തിന് പകരമായിട്ടാണ്, സ്റ്റാറിന് പകരമായിട്ടാണ്. അപ്പൊ ക്രിസ്മസ് സ്റ്റാർ അല്ല നിങ്ങൾ തൂക്കേണ്ടത്, അതിന് പകരമായിട്ട് ഈ ഒരു മകര നക്ഷത്രമാണ് തൂക്കേണ്ടെന്ന രീതിയിൽ ഇവരിത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു കൃത്യമായിട്ട് ഈ ഹർഷ കമ്പനി പറയുന്നു. അപ്പോൾ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളതാണ്. ഹർഷ കമ്പനിയുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. അവരിതൊന്നും ഉദ്ദേശിച്ചില്ല, പക്ഷേ ഇതിനെ പല ഉദ്ദേശത്തിൽ ആളുകൾ കൊണ്ടുപോകുന്നു. എന്തായാലും ഇങ്ങനെ വാർത്ത ആയതുകൊണ്ട് അവർക്ക് ഗുണകരമായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ പ്രൊഡക്റ്റിന് അപാരമായിട്ടുള്ള വിൽപ്പന ഉണ്ട്. എന്തായാലും വാങ്ങേണ്ടവർക്ക് ഇത് വാങ്ങിച്ചു തൂക്കാൻ കേട്ടോ. രണ്ടും ആവാം. ഒരുപക്ഷെ ഒരു സ്ഥലത്ത് മകര നക്ഷത്രവും ഇപ്പുറത്ത് ക്രിസ്മസ് ട്രീയും തൂങ്ങട്ടെ. നല്ല മതേതരത്വത്തോടെ രണ്ടുപേരും അങ്ങനെ തിളങ്ങി നിൽക്കട്ടെ എന്നല്ലാതെ വേറെന്ത് പറയാനാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഇതാണ് അതിന് പുറകെയുള്ള യാഥാർത്ഥ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ബൈ.